എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മാംഗോസ്റ്റിന്റെ അരികിലാണ്. അപ്പൊ മാംഗോസ്റ്റിൻ 8 വർഷം മുമ്പാണ് ഒരു മാംഗോസ്റ്റിന്റെ പ്ലാന്റ് കൃഷിഭവനിൽ നിന്ന് ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു. 2 ഇല ഉണ്ടായുള്ളൂ പ്ലാന്റിന്. അത് നട്ടിട്ട് ഇപ്പൊ 8 വർഷം എത്തിയപ്പോഴാണ് നമുക്കിത് കായ്ച്ചത്. പിന്നെ കുറച്ച് ചോലയിലൊക്കെ നിക്കണത് ആയിരുന്നു. അപ്പൊ നമ്മ അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റിയപ്പോഴേണ് ഇത് കായ്ച്ചു തുടങ്ങിയത്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കായ്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വിളവെടുക്കാനായിട്ടുണ്ട്. പിന്നെ മാംഗോസ്റ്റിൻ വിളവെടുക്കാന്ന് വെച്ചാൽ നമ്മ പൊട്ടിച്ചെടുക്കലല്ല കേട്ടോ. മൂത്ത് പഴുത്ത കായകളെല്ലാം താഴേക്ക് വീഴുങ്ങണ്ട. നമ്മ ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ ബാഗൊക്കെ ഇട്ട് കവർ ചെയ്ത് ഇട്ടേക്കണേയിരുന്നു. പക്ഷെ ഇത് പഴുത്ത കഴിഞ്ഞപ്പോ ഈ ബാഗപ്പാടെ തന്നെ താഴെ വീണ് കിടക്കണേണ്. അപ്പൊ നമുക്ക് ഈ മാംഗോസ്റ്റിന് ഒട്ടും തന്നെ നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാംഗോസ്റ്റിന് വലിയൊരു പരിചരണം വേണ്ടാത്തൊരു പ്ലാന്റാണ് കേട്ടോ മാംഗോസ്റ്റിൻ. വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഈ നല്ല വെയിലുള്ളടത്ത് നടാൻ വേണ്ട. അധികം വെയില് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് മാംഗോസ്റ്റിൻ. പിന്നെ നിറച്ച ഇലകളൊക്കെയാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ മാംഗോസ്റ്റിന്റെ ഫ്രൂട്ടിന് നല്ല വിലയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫ്രൂട്ട് മരം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് എന്തായാലും കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കിളികളൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല കേട്ടാ. ഈ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വലിയ പരിചരണം വേണ്ടാത്ത പ്ലാന്റും ആണ്. നല്ലൊരു തണൽ വൃക്ഷമായിട്ട് വീടിന്റെ മുറ്റിൽ നിറച്ച ഇലകളാണ് കണ്ട. കാണാൻ നല്ല ഭംഗിയുള്ള വലിയ ഇലകളാണ്. അപ്പൊ ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥലമുള്ളവർക്ക് മണ്ണിൽ നട്ടാ മതി കേട്ടാ മാംഗോസ്റ്റിൻ. ഈ മണ്ണിൽ നട്ടേന വർഷങ്ങളോളം വിളവ് തന്നെ ഒരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇതൊന്ന് വിളവെടുക്കലാണ്. വിളവെടുക്കാന്ന് വെച്ചാൽ താഴെ വീട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മ എങ്ങനെയാണ് ഈ ഫ്രൂട്ട് എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. കണ്ട ഇതേപോലെ നമ്മൾ കവർ ചെയ്തിട്ടത് കവറേപ്പാടെ തന്നെ നിലത്ത് വീണ്. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ മാംഗോസ്റ്റിൻ കായ്ക്കണത്. കണ്ട നല്ല വലിയ ഫ്രൂട്ട് തന്നെയാണ്. കണ്ട നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കവറിന്റെ ഉള്ളിലൊക്കെ ഇട്ടാൽ പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേണ്. അപ്പം നമ്മ ഈ കവർ ഇടണതിന്റെ ഒക്കെ വിശദമായിട്ടുള്ള കവറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടാ എങ്ങനെയെന്ന് നോക്കാം. നമ്മ കത്തിയൊന്നും വേണ്ട കേട്ടോ മാംഗോസ് മുറിക്കാനൊന്നും. കണ്ട കത്തിയൊന്നും വേണ്ട. കണ്ട ഇതേപോലെയാണ് ഫ്രൂട്ട് ഇരിക്കണത്. കണ്ട നമുക്ക് ഈ മാംഗോസിന്റെ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മരത്തുമ്പോ തന്നെ കിടന്ന് ഈ നമുക്ക് താഴെ വീണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മാംഗോസ് എന്ന് പറഞ്ഞാൽ ഒരു മൂപ്പെത്തണേക്ക് മുമ്പ് പറിച്ചെടുത്തിട്ട് മിക്കതും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മധുരം ഉണ്ടാവൂല. ചിലപ്പോ നമ്മ അകമൊക്കെ പൊളിക്കുമ്പോ കേടായിട്ടൊക്കെ ഇരിക്കണേരിക്കുള്ളൂ. ശരിക്കും മാംഗോസിന്റെ ഫ്രൂട്ട് മരത്തുമ്പോ കിടന്ന് പഴുക്കണം. എന്നാൽ മാത്രമേ നല്ല യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ ഫ്രൂട്ട്. ഇപ്പൊ എല്ലാവരും ഒരു മാംഗോസിന്റെ പ്ലാന്റ് ഒക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ചെറുതും വലുതുമായിട്ട് ഇന്ന് കായ്ച്ച പ്ലാന്റ് വരെ നഴ്സറികളിൽ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരു ഈ മാംഗോസിന്റെ തൈയൊക്കെ മേടിച്ച് നട്ടോ. നമുക്കപ്പൊ ബാക്കിയുള്ള മാംഗോസിനൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാം. കണ്ട കവർ ചെയ്ത് ഇട്ടോണ്ട് ഗുണം കണ്ട. നമുക്ക് മണ്ണ് അഴുക്കൊന്നും ആവേയില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള മാംഗോസിനൊക്കെ നമുക്ക് കവറിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. കണ്ട കവറിന്റെ ഉള്ളിൽ കിടക്കണ കാരണം തന്നെ നമുക്ക് ഇനി നെറ്റ് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഇനി അടുത്ത ഫ്രൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ട അപ്പൊ മാംഗോസ്റ്റിൻ ആദ്യമായിട്ട് നമ്മ അങ്ങനെ മാംഗോസ്റ്റിൻ നമ്മ വിളവെടുത്ത് ഇനി നമ്മുടെ മരത്തുമ്മല് നമുക്ക് മാംഗോസ്റ്റിൻ കിടക്കണ്ട കേട്ടാ. കണ്ട മാംഗോസ്റ്റിൻ പഴുത്തതുണ്ട്, പിന്നെ പഴുക്കാനാവണതുണ്ട്, പച്ചയുണ്ട്. മാംഗോസ്റ്റിൻ പല സ്റ്റേജിലുള്ള ഉണ്ടാകുള്ളൂ. അപ്പൊ നമുക്ക് ഇനിയും കായ്കളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഡെയിലി ഇതേപോലെ മരത്തിന് ചൂട്ടി വരുമ്പോ ഇതേപോലെ മൂപ്പെത്തിയത് ഇങ്ങനെ വീണ് കിടപ്പുണ്ടാവും. നമുക്ക് അങ്ങനെ എടുത്താ മതി. നമുക്ക് കണ്ട മാംഗോസ്റ്റിന്റെ ഒരു പ്രത്യേകത ഇതാണ്. അപ്പൊ ഇത് വേറൊരു മാംഗോസ്റ്റിനാണ്. ഇതിലും കായകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മ നെറ്റൊക്കെ വെച്ച് മൂടി കവർ ചെയ്ത് ഇട്ടേക്കണേണ്. അത് വിളവെടുക്കാനായിട്ടില്ല. അപ്പൊ മാംഗോസ്റ്റിൻ നമുക്ക് എത്ര മാംഗോസ്റ്റിൻ വെച്ചാൽ നല്ലതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും നഴ്സറികളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല
തരത്തിലുള്ള പല വലിപ്പത്തിലുള്ള മാംഗോസ്റ്റ് മേടിക്കാൻ കിട്ടും. നമുക്ക് നമ്മുടെ അനുസരിച്ച് മേടിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ഇപ്പൊ നമ്മ വീട്ടിൽ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കുരു പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. കുരു പാകി മുളപ്പിച്ച തൈകൾ തന്നെയാണ് മാംഗോസ്റ്റ് നല്ലത്. കഴിഞ്ഞാല് ബഡ് ചെയ്തതിന്റെ ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ കുരു പാകി മുളപ്പിച്ച തൈകളാണ് ഏറ്റവും നല്ലത്. നമുക്ക് വർഷങ്ങളോളം നിന്ന് കായ്ച്ച് കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഒരു മാംഗോസ്റ്റിന്റെ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചോ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.